പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് ആരാധിക്കുന്നൊരു ദൈവ പൈതലിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹിമയാൽ വലിയ കാര്യങ്ങൾ സ്വർഗം ചെയ്തു കൊടുക്കും. ഒരു ദൈവ പൈതലിൻ്റെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സൈമൺ മാത്യു. ഞാൻ സെയിൻറ്റ് പീറ്റേഴ്സ് മലങ്കര കാത്തലിക് ചർച്ച് റോക്കലാൻഡിലെ ഇടവക്കാരനാണ്. എനിക്ക് കഴിഞ്ഞ ബ്രോൺസ് അഭിഷേകാഗ്നിക്കന്നി കൺവെൻഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു അത്ഭുത രോഗശാന്തി കിട്ടി. സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അതൊരു വലിയൊരു സംഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. 15 വർഷമായിട്ട് എൻ്റെ തലയുടെ പുറകിൽ 2 സ്ഥലത്ത് ചൊറിച്ചിലുണ്ടാകും. സിമ്പിളായിട്ട് തോന്നും, പക്ഷേ അത് ചൊറിഞ്ഞ് ചൊകര വരും. ആ സ്റ്റേജിലെത്തും. അതിൽ ഏറ്റവും വിഷമം അനുഭവിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഫാമിലിയാണ്, വൈഫും മക്കളും. അപ്പോൾ അവർ ഒത്തിരി വിഷമിക്കും. ഇങ്ങനെയുള്ള ഒരാളാണ് കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഒരു അതെ അതെ മാന്തി സിമ്പിളായിട്ട് ആദ്യം തോന്നുന്നു, പക്ഷെ അതൊരു ചെറിയ മാന്തലായിരുന്നു. ശരിക്കും മാന്തി ചോര വരും. അതെ, പ്രാർത്ഥിച്ചു. പല ധ്യാനങ്ങൾ കൂടി. അമേരിക്കയിൽ കിട്ടുന്ന എല്ലാ മരുന്നുകളും തോത്തു. എത്ര ടൈപ്പ് മരുന്നുകളാ! അതെ, ഡോക്ടറെ കാണിച്ചു, സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്തു, ബയോപ്സി ചെയ്ത് നോക്കി. അവിടെ എന്താ സംഭവം ഒന്നുമില്ല, ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ. നാട്ടിൽ നിന്നും മരുന്ന് കൊണ്ടുവന്നു. അത് നാട്ടിൽ നിന്നുള്ള സ്പെഷ്യൽ മരുന്ന് വന്നു. അത് ആദിവാസി ഒറ്റമൂലിയായിരിക്കും. അത് തോത്തു നോക്കി. അതെ, കണ്ടാ ശ്രദ്ധിച്ചാൽ അറിയത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അച്ഛന്റെ വലിയ ആരാധന. അച്ഛന്റെ കൂടെ കഴിഞ്ഞപ്പം ഫോട്ടോ എടുക്കാൻ പോയത്. അച്ഛനെ കണ്ടപ്പോ പ്രാർത്ഥിക്കണം തോന്നുന്നുണ്ട്. അച്ഛന്റെ ഫോട്ടോ എടുക്കാൻ
അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നപ്പം ലൈൻ എല്ലാവരും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ബ്രോൺസ് ഇത് കഴിഞ്ഞപ്പം. ലൈനിൽ നിന്നപ്പം അപ്പോൾ അച്ഛൻ ഇങ്ങനെ ബ്ലെസ്സിങ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പം വേറൊരു, ഞാൻ പറയുന്ന സാക്ഷ്യം പറയുന്ന ഇത്രേ ഉള്ളൂ, അച്ഛൻ വേറൊരു സാക്ഷ്യം ഇങ്ങനെ ഒരു കൊച്ചിൻ്റെ തലയിൽ മുടി പോയിട്ട് അത് കിളുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ലൈനിൽ നിന്നപ്പോൾ ആ കാര്യം ഓർത്ത്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഞാൻ ഓർത്ത് അച്ഛനെ പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ അടുത്ത് പോയി ബ്ലെസ്സിങ് മേടിക്കണം, എൻ്റെ ഈ പ്രോബ്ലവും മാറിക്കിട്ടും എന്നുള്ളത്. അങ്ങനെ പോയി അവിടെ നിന്നപ്പം ഫോട്ടോ എടുക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, റവീണ എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡും കൊണ്ട് ഇത് ഫോട്ടോ, അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്യുന്ന ഒരു ഫോട്ടോയും കിട്ടി. ഇതെല്ലാം കഴിഞ്ഞു. ഈ തല, ആദ്യത്തെ തല, മുകളിലത്തെ തല കണ്ട, ആ തലയെ നിറച്ചു അവിടെ ഇവിടെയൊക്കെ പാണ്ട് കണ്ട. അതെ, മുടിയൊന്നും ഇല്ല, ശരിക്കും വലിയ പ്രശ്നമായിരുന്നു അത്. അത് കഴിഞ്ഞ് ഇവൻ അച്ഛനെ കണ്ടോ, അച്ഛനെ കണ്ടപ്പോൾ ഒരു സാക്ഷിയാണ് ഓർത്തത്. വെറുതെ ഒരു കുട്ടിയുടെ തലയെ കൈവച്ചു, നിറച്ച് മുടി വന്നു. ഇപ്പം കണ്ടോ, നിറച്ച് മുടി, മുടി കൊണ്ട് അട്ടപ്പാടിയിലെ ഫോറസ്റ്റ് പോലെ തിക്കായിട്ട് മുടി. അപ്പം വൈഫാ പറഞ്ഞത് ഇതൊരു അത്ഭുതമാണ്, നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അപ്പം അന്നേരം ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചു ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോ എല്ലാം ഉൾപ്പെടെ കൊണ്ടുവന്ന് എൻ്റെ യേശു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അതെ, യേശു. ഇനി ആർക്കെങ്കിലും സംശയമുണ്ട്, ഞാൻ ആദ്യം പണ്ട് റിട്ടേൺ പോകുമ്പോൾ ഇങ്ങനെ സംശയം തോന്നുമായിരിക്കും, ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തുന്നതായിരിക്കും ഇതുപോലെ സാക്ഷ്യപ്പെടുത്താൻ. ഒരിക്കലും ഇതുപോലെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നിനക്ക് അങ്ങനെ സംശയം ഉണ്ടായിരുന്നില്ലേ? എന്നോട് നല്ല സ്നേഹമാണെങ്കിലും അദ്ദേഹം വിചാരിക്കണ എങ്ങനെയാണ്, ഈശോ അങ്ങനെയൊക്കെ അങ്ങനെ മുടി കൊടുക്കുവോ, ഇങ്ങനെ തൊടുമ്പോഴേക്കും മുടി കൊടുക്കുവോ? അങ്ങനത്തെ കുട്ടിയുടെ സാക്ഷി ഉണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് മുടിയില്ലായിരുന്നു. മുടിയില്ലാതെ നിൽക്കുന്ന സമയത്ത് അവൻ വന്നും അലയൊക്കെ നോക്കി അച്ഛനെ കണ്ടില്ല. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അത് അച്ഛൻ റോട്ടിൽ കൂടെ വരണം, ചാടി വീണം. അപ്പോൾ അവൻ അച്ഛൻ പറഞ്ഞ് അവൻ അനുഗ്രഹിച്ചതാണ്. അപ്പോൾ ആ സാക്ഷ്യം ഇവൻ ഓർത്ത് അച്ഛനെ കാണാൻ വന്ന സമയത്ത് ഉടനെ അച്ഛൻ അങ്ങനെ പറഞ്ഞു. ഉടനെ അച്ഛൻ തലയെ കൈവച്ചു, അല്ലേ, അങ്ങനെ തലയെ കൈവച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു, പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ മുടി കൊടുത്തേ, നിറച്ച് മുടി, ഫുള്ളായിട്ട് മുടി. ഇത് വൈഫാണ് പറഞ്ഞത്, ദയവേത് പോയി സാക്ഷ്യപ്പെടുത്തണം. വൈഫ് ഒരു ഡോക്ടർ, അപ്പം പിന്നെ ആലോചിക്കാനൊന്നുമില്ല, ഇത് അത്ഭുതം എന്ന് പറഞ്ഞ അത്ഭുതമാണ്. ശരി, അത്ഭുതത്തിന് മേലെ അത്ഭുതം എന്ന് പറഞ്ഞ് വൈഫ് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെല്ലാം ഒത്തിരി ട്രൈ ചെയ്തു. താങ്ക് യു. കൈ ഉയർത്തി കൈയടിച്ചേ. ദൈവപുത്ര സർവശക്ത നിത്യപിതാവേ, നിത്യപിതാവേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ചാടി എഴുന്നേറ്റ് കുറച്ച് നേരം നമ്മുടെ കർത്താവിനെ ആരാധിച്ച് ദൈവ വചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ദൈവത്തെ ആരാധിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനോയിൻറ്റിങ് നമ്മുടെ ഭവനത്തിലേക്ക് നിറയട്ടെ, നമ്മുടെ സ്ഥാപനത്തിലേക്ക് നിറയട്ടെ, നമ്മുടെ ഈ സമൂഹത്തിലേക്ക് നിറയട്ടെ. മനസ്സിനെ ഗ്രസിച്ചിരിക്കുന്ന ഒരുപാട് ഭാരങ്ങൾ, നിരാശകൾ, ഒരുപാട് അസ്വസ്ഥതകൾ, ഒരുപാട് തരത്തിലുള്ള പരാധീനതകൾ, വിഷാദങ്ങൾ, സങ്കടങ്ങൾ, ഒരുപാട് നെഗറ്റീവ് ചിന്തകളെല്ലാം മാറി ദൈവകൃപയുടെ പുത്തൻ ശക്തി, ദൈവകൃപയുടെ പുത്തൻ ജീവൻ ഇപ്പോൾ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കൈകൾ ഉയർത്തി കൈയടിച്ച് ആരാധന, ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന, 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 ത്രിയേക ദൈവ
ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ഓ യേശുവേ, ഈ നിമിഷങ്ങളിൽ സ്വർഗം തുറക്കണമേ, ദയ തോന്നണമേ, സമൂഹത്തിന്റെ മേൽ ജയ തോന്നണമേ, ലോകത്തിന്റെ മേൽ കരുണയായിരിക്കണമേ, അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ, ആത്മാവിനെ വർഷിക്കണമേ, സ്തുതിഗീതങ്ങൾ ഉയരാൻ ഇടവരുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന, മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിനാരാധന, തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന, മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ത്രിയേക ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, 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 ത്രിയേക ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സകല ഹൃദയങ്ങളുടെ മേലും പ്രകാശമായി നിറയണമേ, സകല രോഗികളുടെ മേലും അത്ഭുതമായി നിറയണമേ, വിശ്വാസം നഷ്ടപ്പെട്ട മക്കളുടെ മേൽ കൃപയായി വിശ്വാസാഭിഷേകമായി നിറയണമേ. ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇവിടെ നിന്ന് ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ദൈവത്തെ തള്ളി പറയാനുള്ള പ്രലോഭനം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ അവിചാരിതമായി ദുഃഖദുരിതങ്ങൾ നിറയുമ്പോൾ നമ്മുടെ ഹൃദയം വേണ്ടത്ര ദൈവത്തിൽ ദൃഢമായി ഉറച്ചിട്ടില്ലെങ്കിൽ സാത്താൻ നമ്മുടെ അന്തരംഗത്തിൽ വന്ന് ദൈവത്തെ തള്ളി പറയാൻ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും ഇങ്ങനെ തോന്നൽ, ഇതെന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരണം നിർബന്ധമില്ല. നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ജീവിതത്തിൽ തകർച്ചയുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിൽ പലതരത്തിലുള്ള ദുഃഖദുരിതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സാത്താൻ പ്രചോദനം തരും, ദൈവത്തെ തള്ളി പറയുക. ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ തള്ളി പറയുക, ദൈവത്തെ ദുഷിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനത്തിന് നടുവിൽ ഒരാൾ കടന്നുപോയൊരു വേദനയെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 39-ാം തിരുലിഖിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട് വേദന സഹിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ദൈവമാർഗത്തിൽ നടക്കാൻ ഉത്സാഹിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കള്ളൻ എന്ന് അവിടെ നമുക്ക് മനസ്സിലാകും.
കുരിശ് തറയ്ക്കപ്പെട്ടിരുന്ന ഒരു കള്ളൻ, ഇടതുവശത്ത് കുരിശ് തറയ്ക്കപ്പെട്ടിരുന്ന ഒരു കള്ളൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൊടിയ വേദന അദ്ദേഹത്തിൻ്റെ മേൽ പെയ്തിറങ്ങി. യേശു നടുവിൽ കുരിശിൽ കിടക്കുകയാണ്. ഈ കള്ളനായ മനുഷ്യനെ അവർ അനേക നാളുകൾ ജയിലിലിട്ടു. അതിനുശേഷം ഇതാ കുരിശിൽ തറയ്ക്കാൻ അവർ കൊണ്ടുവന്നു. അവർ അദ്ദേഹത്തെ കുരിശിൽ തറച്ചു. കുരിശിൽ തറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പാടുപിട, അതികഠിനമായ വേദന, ചങ്ക് പൊട്ടുന്ന വേദന, ഹൃദയം ഭേദിക്കുന്ന തരത്തിലുള്ള തകർച്ച. ആ വേദനയുടെ നടുവിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശക്തമായി യേശുവിനോട് ഒരു എതിർപ്പ് തോന്നുകയാണ്. യേശുവിനോട് ഒരു വെല്ലുവിളി തോന്നുകയാണ്. നീ ദൈവമാണെങ്കിൽ നീ എന്തിനെങ്ങനെ കിടന്ന് കരയണത്? നീ ദൈവമാണെങ്കിൽ നിന്നെ രക്ഷിക്കുക, എന്നെ രക്ഷിക്ക്. ഇങ്ങനെ വെല്ലുവിളിക്കുക, ദുഷിക്കുക. ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, അദ്ദേഹത്തിൻ്റെ ആ ജീവിതം കടന്നു പോകുന്ന കഠിനമായ വേദനയുടെ ആ മണിക്കൂറുകൾ ചിന്തിക്കണം. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അയാൾ മരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഇനി ജീവിതമില്ല, ഇനി ഒന്നുമില്ല, ഇനി ആരുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം അനുഭവിച്ച അന്ധകാര പീഡയാണ് 39-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. തൊട്ടടുത്ത് യേശു കിടക്കുക. അദ്ദേഹം പറയാണ്, നീ വലിയ ദൈവപുത്രനാണെങ്കിലേ നീ നിന്നെ തന്നെ ആദ്യം ഒന്ന് രക്ഷിക്ക്, പിന്നെ ഞങ്ങളെ രക്ഷിക്ക്. ഒരു പ്രത്യേക അന്ധകാര പീഡ ആ ആത്മാവിനെ, ആ മനുഷ്യനെ ആ സമയം ഗ്രസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായൊരു പ്രതിപാദനം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം, ബുക്ക് ഓഫ് ജോബ്, ചാപ്റ്റർ 1 വേഴ്സസ് 1-3. ഊസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അവന് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളും എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു. അവൻ്റെ പുത്രന്മാർ തവണ വെച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ 3 സഹോദരിമാരെയും അതിനെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുക പതിവായിരുന്നു. ഊസ് ദേശത്തെ അതിസമ്പന്നനായ ജോബ് എന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, ഇതിനെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. സമൃദ്ധി കൊണ്ട് നിറഞ്ഞ മനുഷ്യൻ, ബലിഷ്ഠമായ കുടുംബം, സന്താനപുഷ്ടി, നല്ല ജീവിത പങ്കാളി, എല്ലാം കൊണ്ടും അനുഗ്രഹീതനായ ജോബ്, സന്തോഷം നിറഞ്ഞ കുടുംബം. എന്നാൽ മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായ ചില കാരണങ്ങളാൽ അദ്ദേഹത്തെ സർവ്വ നന്മകളും നഷ്ടപ്പെട്ടു. സ്വത്ത് നഷ്ടപ്പെട്ടു, കുടുംബം ക്ഷണനേരം കൊണ്ട്, ഒരു രാത്രി ഉറങ്ങി പെട്ടെന്ന് കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി. ഇവൊന്നുമില്ലാത്തവനായി മാറി. ശരീരം മുഴുവൻ രോഗവും പിടിച്ച്, ആരുമില്ല. മക്കൾ മരിച്ചു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ഭാര്യ ആ പഴയ സ്നേഹമില്ല, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ അദ്ദേഹം വേദനിക്കുകയാണ്. ആ സമയത്ത് ആ രോഗം പിടിച്ച് മൂടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. അവൻ ജോബിൻ്റെ ശരീരത്തെ അടി മുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിലിരുന്ന് ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഇപ്പോൾ നിറുക മുതൽ ഉള്ളങ്കാൽ വരെ വ്രണം പിടിച്ച് ചരങ്ങ് പിടിച്ച് ചൊറി പൂണ്ട ശരീരം, ഓട്ട് കഷ്ണം കൊണ്ട് മാന്തി ഇരിക്കുന്ന ജോബ്. അപ്പോൾ ജോബിൻ്റെ ഭാര്യയിൽ ഈ അന്ധകാര പീഡ, ജോബിൻ്റെ ഭാര്യയിൽ ഈ കുരിശിലെ കള്ളൻ്റെ അതേ ആ ഒരു അനുഭവത്തിലൂടെ ജോബിൻ്റെ ഭാര്യ കടന്നുപോയി. ജോബിൻ്റെ ഭാര്യ പറഞ്ഞു, ഏത് ദൈവം, എന്ത് ദൈവം? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? എന്താ എൻ്റെ ചേട്ടൻ വല്ല കുഴപ്പം ചെയ്തിട്ടുണ്ടോ? എൻ്റെ ചേട്ടൻ പിടിച്ചു പറിക്കുകയോ കള്ളത്തരം കാണിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ പള്ളി പോകാതിരിക്കുകയോ എന്തെങ്കിലും ദൂഷണം കാണിക്കുകയോ ദുഷ്ടത കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ? വേലക്കാരുടെ കൂലി പിടിച്ചു വച്ചിട്ടുണ്ടോ? ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അനുസരിച്ചല്ലേ എൻ്റെ ചേട്ടൻ ജീവിച്ചത്?
ഇത്രയും നന്നായിട്ട് ജീവിച്ചിട്ട് എൻ്റെ ചേട്ടൻ ഇതല്ലേ ഗതി വന്നത്. ഈ ജോബിൻ്റെ വൈഫിനെ ഒരു അന്ധകാര പീഡ, ദൈവത്തെ തള്ളി പറയാനുള്ള ഒരു പിശാചിൻ്റെ ഉപദ്രവം ഗ്രസിച്ചു. അതിനെക്കുറിച്ച് 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണാം. അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ നീ ഉറച്ചു നിൽക്കുന്നുവോ? നീ ദൈവത്തെ തള്ളി പറഞ്ഞ് ദൈവത്തെ ശപിച്ചിട്ട് നീ പോയി മരിക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെ തീരെ നിസ്സാരമായൊരു കാര്യമല്ല. തീരെ അറിവില്ലാത്ത ആളോ തീരെ കുഞ്ഞുങ്ങളെ അല്ല ഈ പറയണത്. ഒരായുസ് മുഴുവൻ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ദൈവത്തെ സേവിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവമാർഗത്തിൽ നടന്നു, നിഷ്കളങ്കനായി ജീവിച്ചു, ദൈവത്തെ മാത്രം ശരണം വെച്ച് ജീവിച്ചു. പക്ഷേ ജീവിതത്തിലെ ഒരു കൈപ്പേറിയ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും, ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാവും, കോട്ടങ്ങളുണ്ടാവും, ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാവും, ഉയർച്ചകളുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടൊന്നും ജീവിതം തീരുന്നില്ല. നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കാനും ദൈവത്തെ ഏറ്റുപറയാനും ദൈവം നമുക്ക് അവസരങ്ങൾ തരും. എന്നാൽ ജോബിൻ്റെ ഭാര്യ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദുഷിക്കാനുള്ള പിശാചിൻ്റെ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോയി. ആ ഒരു കാര്യമാണ് ഇപ്പോൾ സംസാരിച്ചത്. എന്നാൽ ജോബ് ആ സമയത്ത് എന്ത് ചെയ്തു? അതാണ് 10-ാമത്തെ വാക്യം. ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. ജോബ് ഭാര്യയോട് പറഞ്ഞു, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഈ കാര്യങ്ങളിലൊന്നും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. നാവുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാപമാണ് ദൈവത്തെ ദുഷിക്കുക, ദൈവത്തെ തള്ളി പറയുക. ഞാനും നിങ്ങളും ദൈവത്തെ തള്ളി പറഞ്ഞാൽ ഈശോ അതിനൊരു പ്രത്യാഘാതം മുൻകൂട്ടി വെളിപ്പെടുത്തി തരുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 9-ാം തിരുലിഖിതം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും. വിശുദ്ധ ഗ്രന്ഥത്തിൽ യൂദാസിൻ്റെ ലേഖനത്തിൽ 14-ഉം 15-ഉം വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആദത്തിൽ നിന്ന് 7-ാം തലമുറക്കാരനായ ഹേനോക്ക് പ്രവചിച്ചത് ഇവരെക്കുറിച്ചാണ്. കണ്ടാലും കർത്താവ് തൻ്റെ വിശുദ്ധരുടെ 10,000-ങ്ങളോട് കൂടെ ആഗതനായിരിക്കുന്നു. എല്ലാവരുടെയും മേൽ വിധി നടത്താനും സകല ദുഷ്ടരെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെ പേരിലും തനിക്ക് എതിരായി പറഞ്ഞ എല്ലാ ക്രൂര വാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാനും അവിടുന്ന് വന്നു. തനിക്ക് എതിരായി പറഞ്ഞ എല്ലാ ക്രൂര വാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാൻ അവിടുന്ന് വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം തരുന്ന വ്യക്തമായ ഒരു താക്കീതാണിത്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ ഇതുപോലുള്ള വലിയ അന്ധകാര പീഡ കൊച്ചുത്രേസ്യ പുണ്യവതി അലട്ടിയിട്ടുണ്ട്. കൊച്ചുത്രേസ്യ പുണ്യവതി എപ്പോഴും ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നിഷ്കളങ്ക ആത്മാവാണ്. എന്നാൽ ജീവിതത്തിൽ ചുറ്റുപാടത്ത് ഒരുപാട് പേര് വേദനിക്കുന്നു. കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ, നിഷ്കളങ്കരായ ആളുകളുടെ കുടുംബത്തിലെ തകർച്ച, ദൈവത്തെ സേവിക്കുന്നവർക്ക് വരുന്ന വലിയ തരത്തിലുള്ള തകർച്ചകളും കഷ്ടതകളും രോഗങ്ങൾ, ലോകത്തിൽ നടമാടുന്ന തിന്മകൾ കണ്ടപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രലോഭനം, ഒരു പീഡ, അന്ധകാര പീഡ. ദൈവം നല്ലവനാണെങ്കിൽ ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദൈവം അത്ര നല്ലവനാണെങ്കിൽ ഈ തിന്മയെല്ലാം ഇങ്ങനെ അരങ്ങേറുന്നത് എന്തുകൊണ്ട്? ഈ കണ്ണുനീരും ദുഃഖങ്ങളെല്ലാം മനുഷ്യർക്ക് വരുന്നത് എന്തുകൊണ്ട്? നല്ല ദൈവം ഉണ്ടാകുമ്പം ഇതെങ്ങനെ ഭൂമി നടക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊച്ചുത്രേസ്യ പുണ്യവതി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്ന ഒരാത്മാവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിശാചിൻ്റെ ഉപദ്രവമാണെന്ന് മനസ്സിലായി. ഉടനെ കൊച്ചുത്രേസ്യ പുണ്യവതി വിശ്വാസ പ്രമാണം ചൊല്ലി. കൊച്ചുത്രേസ്യ പുണ്യവതി വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ച് തന്നെ മുദ്ര ചെയ്ത് പ്രാർത്ഥിച്ചു.
വചനങ്ങൾ പറഞ്ഞു, വിശുദ്ധ ജലം കൊണ്ട് നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പലവിധ പ്രാർത്ഥനകൾ നടത്തി ഇങ്ങനെയുള്ള അന്ധകാര പീഡകളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിനെക്കുറിച്ച് വിശുദ്ധ കൊച്ചുതീർച്ച പുണ്യവതിയുടെ ജീവിത ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടത് ഓർമ്മിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊരു അന്ധകാര പീഡയാണ്. എൻ്റെ ജീവിതത്തിൽ തകർച്ചകളും കണ്ണുനീരും കുമിഞ്ഞുകൂടുമ്പോൾ, അല്ലെങ്കിൽ നല്ലവനായ ദൈവം അത് അനുവദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലും അത് അനുവദിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിൽ ദൈവം അത് ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് ലോകത്ത് കടന്നു പോകേണ്ട ഓരോ തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പം സാത്താൻ നമ്മുടെ ഉള്ളിൽ വന്ന് ഒരു വലിയ പീഡ തരും. ദൈവം നല്ലവനാണെങ്കിൽ ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കും? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചൊരു വ്യക്തിയാണെങ്കിൽ, മണൽ ആഴത്തിൽ മാറ്റി യേശുക്രിസ്തു ആകുന്ന പാറമേൽ അടിസ്ഥാനം ഉറപ്പിച്ച് വിശ്വാസ ജീവിതം പണിയുന്നൊരു വ്യക്തിയാണെങ്കിൽ എന്തു തന്നെ സംഭവിച്ചാലും ഇങ്ങനെ പറയും, ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. എൻ്റെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഇത് കഷ്ടങ്ങളുടെ ദിവസങ്ങളാണെങ്കിലും, ഇത് ദുരിതങ്ങളുടെ അന്തരീക്ഷമാണെങ്കിലും, ഇതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനമനുസരിച്ച് എൻ്റെയും ലോകം മുഴുവൻ്റെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ആന്തരിക മേഖലകളെ പ്രകാശിപ്പിക്കണമേ കർത്താവേ. സാത്താൻ്റെ എല്ലാ തരത്തിലുള്ള അന്ധകാര പീഡകളിൽ നിന്ന് ആത്മാവിനെ വിടുവിക്കണമേ കർത്താവേ. ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് കൈ ഉയർത്തി കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെയും പ്രാർത്ഥിക്കാത്തവരുടെയും, വിശ്വാസമുള്ളവരുടെയും വിശ്വാസമില്ലാത്തവരുടെയും, ശുശ്രൂഷകരുടെയും ശുശ്രൂഷ സ്വീകരിക്കുന്നവരുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ അവരവരുടെ ജീവിതാന്തസ്സിനനുസരിച്ച് ദൈവത്തെ തള്ളി പറയാനുള്ള പ്രലോഭനം സാത്താൻ കൊണ്ടുവരും. എന്നാൽ ഞാനും നിങ്ങളും വിശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞും വിശ്വാസത്തിൻ്റെ ശുശ്രൂഷകൾ സ്വീകരിച്ചും വിശ്വാസത്തിൻ്റെ ചിന്തകളിലൂടെയും എല്ലാ അന്ധകാര പീഡകളുടെ മേലും വിജയം വരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും. നാം അവനെ നിഷേധിച്ചാൽ അവൻ നമ്മയും നിഷേധിക്കും. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങേ തള്ളി പറയാതെ അങ്ങ് ഏറ്റുപറഞ്ഞ് നിത്യരക്ഷ സ്വന്തമാക്കാൻ എൻ്റെ മേൽ നിത്യജീവൻ്റെ കൃപ ചൊരിയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി സാത്താൻ്റെ എല്ലാ കോട്ടകളും തകരാൻ ആഗ്രഹിക്കുക. അന്ധകാര പിഴകൾ തകരട്ടെ. ദുഷ്ടപിശാചുകൾ ഇപ്പോൾ ജീവിതങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. അത്ഭുതകരമായ കൃപാഭിഷേകം നിറയട്ടെ. അത്ഭുതകരമായ ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. കൈകൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഓ ജീസസ് ക്രൈസ്റ്റ്, ജീസസ്, യേശുവേ, 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 യേശുവേ. സാത്താൻ ഇപ്പോൾ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ,